ഹായ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കൗൺസിൽ. എൻ്റെ പേര് സുദീപ് സോമൻ തടത്തിൽ. ഇന്ന് നമുക്ക് നോക്കാം ടു വേസ് ഓഫ് ആസ്കിങ്. അല്ലെങ്കിൽ നമുക്കൊരാളോട് ഒരു കാര്യം ചോദിക്കണം, നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാമോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണം. അത് ആരോടെങ്കിലും ആകാം, ബഹുമാനപൂർവ്വം തന്നെ. അപ്പം നേരത്തെ നമ്മൾ വുഡ് യു പ്ലീസ് ഉപയോഗിച്ച് ഇതേ കാര്യങ്ങൾ ചോദിക്കുന്ന രീതികളൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വേറെ രണ്ട് സ്റ്റൈൽ ഓഫ് ആസ്കിങ് ആണ്. വേറൊന്നുമല്ല, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്ന രീതിയും, അതുപോലെ തന്നെ വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്ന രീതിയും. അപ്പൊ ഇതെല്ലാം നമ്മുടെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരാളുടെ കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊളൈറ്റ്നെസ്സും അതിൻ്റെ ഒരു, നമ്മൾ മലയാളത്തിൽ സാധാരണ ഒരു കാര്യം ചോദിക്കുമ്പം നമ്മൾ വളരെ ബഹുമാനപൂർവ്വമായിരിക്കും നമ്മൾ അവരോട് ആ കാര്യം ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം അതിലുപയോഗിക്കുന്ന വാക്കുകൾ അനുസരിച്ചാണ് അതിനകത്തെ ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുക. അപ്പം നോർമലി നമ്മൾ ചോദിക്കുന്ന എല്ലാ രീതികളും എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന രീതികൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ട് വുഡ് യു മൈൻഡ് ഉപയോഗിച്ചും ഇഫ് യു ഡോണ്ട് മൈൻഡ് ഉപയോഗിച്ചും ബഹുമാനപൂർവ്വം ഒരാളോട് കാര്യങ്ങൾ ചോദിക്കുന്ന മറ്റ് രണ്ട് വഴികളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. കൂൾ. ആദ്യമായിട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് എന്ന് നമ്മൾ ചോദിച്ച് അങ്ങനെ ഉപയോഗിച്ച് ഒരാളുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരാമോ, അല്ലെങ്കിൽ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരാമോ എന്നാണ് നമ്മൾ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറയുന്നത്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ മാത്രം എനിക്ക് ഈ കാര്യം ഒന്ന് ചെയ്തു തരാമോ എന്നാൽ നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഇന്ന കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സഹായമാണ് വേണ്ടത്, അവരുടെ അടുത്ത് ഒരു സഹായം. അപ്പം ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യമാണ് ചോദിക്കേണ്ടത്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാകും, ഒരു ട്രെയിനിന്റെ സമയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാച്ച് നോക്കി ടൈം ആയിരിക്കാം. അപ്പം നമ്മുടെ ഒരാളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്നാണെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ മീ, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ മീ. അപ്പം താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് പറയാമോ. ഇനി ഒന്ന് കാണിച്ചു തരാമോ എന്ന് വല്ലതും ആണെങ്കിൽ, ഒരു ടിക്കറ്റോ എന്തെങ്കിലും ഒരു കാര്യം നമുക്കത് കാണാൻ വേണ്ടി കാണിച്ചു തരാമോ എന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഒന്ന് കാണിച്ചു തരാമോ എന്നാണെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഷോ മീ, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഷോ മീ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ മാത്രം എന്നെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്ന രീതിയാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ മെസ്സേജ് ഇവിടെ കൺവേ ആകുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാമോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ആ കേൾക്കുന്നവർക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നൊരു ചോദ്യമാണ്. ഒരിക്കലും അഹങ്കാരമോ ഒന്നും നമ്മുടെ ഒരു സംസാരത്തിൽ ഇല്ല. അതുപോലെ തന്നെ ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് വേറൊരു ഇത്, ഇപ്പം കുറച്ച് അല്പം ഒന്ന് മാറി ഇരിക്കണം, അല്ലെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കണം എന്നാണെങ്കിൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേജിൽ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് പേരുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു സ്പേസ് വേണമെങ്കിൽ അല്പം ഒന്ന് മാറാമോ, അല്പം അല്ലെങ്കിൽ ചെറുതായിട്ടെന്നൊക്കെ പറഞ്ഞാൽ ബിറ്റ്, BIT ബിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ, കുറേ ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ് എ ബിറ്റ്. അപ്പം താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ കുറച്ചൊന്ന് അല്പം ഒന്ന് നീങ്ങി നിൽക്കാമോ, അല്ലെങ്കിൽ അല്പം ഒന്ന് നീങ്ങാമോ എന്നാണ് എൻ്റെ ഒരു അർത്ഥം. സോ ഇതൊക്കെ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഉപയോഗിച്ച് ചോദിക്കുന്ന രീതികൾ. നമ്മൾ കൺവേ ചെയ്യാനായി ഉദ്ദേശിക്കുന്ന മെസ്സേജിനൊരു മാറ്റവുമില്ല, ചോദിക്കുന്ന രീതി പൊളൈറ്റ് ആയിട്ട് കുറച്ചുകൂടെ റെസ്പെക്ട്ഫുള്ളി ചോദിക്കുന്നു എന്ന് മാത്രം. ഇനി വുഡ് യു മൈൻഡ് ആണ് നമ്മുടെ അടുത്ത യൂസേജ്. വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് എന്ന് പറയുമ്പം താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കാര്യം ചെയ്തു തരുന്നതിന് താങ്കൾക്ക് വിരോധമുണ്ടോ എന്നാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം, അതിന് താങ്കൾക്ക് വിരോധമുണ്ടോ? ഇതാണ് നമ്മൾ ഈ ഒരു വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ഒരു ഗൗരവപരമായിട്ടൊരു കാര്യം, അവർക്ക് ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് വുഡ് യു മൈൻഡ് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, കാരണം ഇപ്പം 2-3 പ്രാവശ്യം ഒരു തുണിക്കടയിൽ നമ്മൾ ചെന്നു, കുറേ ഡ്രസ്സുകൾ കാണിച്ചു, നമുക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല, രണ്ടാമതും കാണിച്ചു, ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ ഫോർ ദ തേർഡ് ടൈം നമ്മൾ ചോദിക്കുകയാണ്. അപ്പം അവർ ഇറിറ്റേറ്റ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം ഇങ്ങനെ, വുഡ് യു മൈൻഡ്,
എന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്നതെങ്കിൽ താങ്കൾക്ക് വിരോധമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഓഫ് കോഴ്സ് വിരോധമില്ലെന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഷോയിങ് മീ സം മോർ സാരീസ്, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഷോയിങ് മീ സം മോർ പാൻസ്, എന്തെങ്കിലും. അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഷോയിങ് മീ സം മോർ ന്യൂ കളക്ഷൻസ്, അത് സം മോർ ലേറ്റസ്റ്റ് കളക്ഷൻസ്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം വുഡ് യു മൈൻഡ് ഷോയിങ് മീ, അപ്പം താങ്കൾക്ക് വിരോധമുണ്ടോ കാണിച്ചു തരുന്നതിൽ, അല്ലെങ്കിൽ ഇന്ന കാര്യം കാണിച്ച് തരുന്നതിൽ നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. വിരോധമുണ്ടോ എന്നാണ് ഇതിലൂടെ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു വോളിയം കുറച്ച് കുറയ്ക്കണം, നമ്മളൊരു ഫിലിം എന്തെങ്കിലും കാണുവാണ്, നമ്മുടെ ഫ്രണ്ട് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ, അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വുഡ് യു മൈൻഡ് ടേണിങ് ദ വോളിയം എ ബിറ്റ് ലോവർ, വുഡ് യു മൈൻഡ് ടേണിങ് ദ വോളിയം എ ബിറ്റ് ലോവർ. അപ്പം വോളിയം അല്പം കുറച്ച് വെക്കുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ എന്നാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പം ഇത് നമുക്ക് റെസ്പെക്റ്റോടെ കൂടി തന്നെ, ഇപ്പം ഒരാൾക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും, ഇപ്പം നല്ല സൗണ്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് മൊബൈലിൽ ഇതൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ സൗണ്ട് എനിക്ക് ഡിസ്റ്റർബൻസ് ആകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കുറയ്ക്കാൻ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ നല്ല സൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരോട് കുറയ്ക്കാൻ പറയുമ്പോൾ അവർക്ക് ചെറുതായിട്ടെങ്കിലും കുറയ്ക്കണമല്ലോ എന്ന് ചെറിയൊരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വിരോധമില്ല, ഇല്ലല്ല അവർ വിരോധമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നോർമലി പറയാം. അല്ലെങ്കിൽ യെസ് ഐ ഡു മൈൻഡ് എന്ന് പറഞ്ഞാൽ, യെസ് ഐ ഡു മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും പറയില്ല, അത് റെസ്പെക്ട്ഫുള്ളി അങ്ങനെ ആരും പറയുന്ന രീതിയല്ല. അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു കാര്യം വുഡ് യു മൈൻഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യെസ് ഐ ഡു മൈൻഡ്, ആസ് ഐ മൈൻഡ് എന്നൊക്കെ പറയാം. അപ്പം എനിക്ക് വിരോധമുണ്ട് എന്നൊരർത്ഥം അതിനകത്ത് വന്നോളൂ. അതുപോലെ തന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ വുഡ് യു മൈൻഡ് ക്ലിയറിങ് എ ഡൗട്ട് ഓഫ് മൈൻഡ് എന്ന് നമുക്ക് ചോദിക്കാം. വുഡ് യു മൈൻഡ് ക്ലിയറിങ് എ ഡൗട്ട് ഓഫ് മൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് ചോദിക്കുന്ന രീതിക്ക് എപ്പോഴും നമ്മൾ ആ ഒരു ING ഫോമാണ് മെയിനായിട്ട് വെർബായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പൊ നമുക്ക് ആദ്യമായിട്ടൊരു സാധനം കാണിച്ചു തരുമ്പോൾ നമ്മൾ ഷോ അല്ല ഷോയിങ് ആണ് ഉപയോഗിച്ചത്. ING ഉള്ള ആ തുടർച്ചയായിട്ട് കാണിച്ചു തരുന്നതല്ല, അപ്പൊ തുടർച്ചയായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. അത് തന്നെ ക്ലിയറിങ് എ ഡൗട്ടാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ല ക്ലിയറിന്റെ ING ഫോമായ ക്ലിയറിങ് ആണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 വേ ഓഫ് ആസ്കിംഗ് ആണ്. നോർമലായിട്ട് ഒരു കാര്യം നമുക്ക് ഒരാളോട് ചെയ്തു തരാമെന്ന് ചോദിക്കണമെങ്കിൽ വുഡ് യു പ്ലീസ് മൂവ് ദ TV, വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ TV, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ ചോദിച്ചാൽ മതി. ഇനി നമ്മളിന്ന് അതുപോലെ തന്നെ വേറൊരു രീതിയാണ് ഇപ്പം പഠിച്ചത്, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. വേറൊരു രീതി വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരാളോട് വളരെ ബഹുമാനപരമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാം. സോ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വുഡ് യു മൈൻഡ് ഉപയോഗിച്ച്, വുഡ് യു പ്ലീസ് ഉപയോഗിച്ച് ഒരു കാര്യം ചോദിക്കുന്ന രീതിയും വഴി ചോദിക്കുന്ന രീതിയും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വുഡ് യു പ്ലീസിന് പകരമായിട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡോ വുഡ് യു മൈൻഡോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ എല്ലാം, ഇപ്പൊ ഈ കണ്ടിന്യൂ ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം. സോ ഇംഗ്ലീഷ് കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഇംഗ്ലീഷ് കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിലേക്ക് അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ ഉള്ള എസൻഷ്യൽ ഗ്രാമറോട് കൂടിയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതുപോലെ വളരെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള എന്നാൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.